പറയുന്നത് വിശ്വസിക്കുക, ദൈവം പറയുന്നത് അനുസരിക്കുക, ദൈവം പറയുന്നത് വിശ്വസിക്കുക, മുൻപോട്ടിറങ്ങുക, ബാക്കി ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം പറയുന്നത് അനുസരിച്ച് ആര് ഇറങ്ങിയോ ആ ഇറങ്ങിയ വ്യക്തിയുടെ കാര്യത്തിൽ ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. ദൈവം പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അക്കാര്യങ്ങൾ ദൈവം നടത്തിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ദൈവത്തെ അനുസരിച്ചു, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു. 7-ാമത്തെ ദിവസം അവർ ജെറിക്കോയ്ക്ക് ചുറ്റും നടന്ന് 7 തവണ നടന്ന് ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ച് ആർത്തട്ടഹസിച്ചു. ജെറിക്കോ മതിൽ നിലംപതിച്ചു. ഹല്ലേലൂയ. ഇന്നും ഇസ്രായേലിൽ ജെറിക്കോ ഉണ്ട്. ജെറിക്കോ എന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, 5 തവണ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ജെറിക്കോ മതിൽ തകർന്നു കിടക്കാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ ജെറിക്കോ കോട്ട പുതുക്കി പണിയാൻ ആർക്കും സാധിച്ചിട്ടില്ല. എന്താ കാര്യം? എന്താ കാര്യം? ഗവേഷകർ ഈ ജെറിക്കോ മതിലിനെ കുറിച്ച്, ജെറിക്കോയുള്ള എക്സ്കവേഷൻ നടത്തിയിട്ട് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ജെറിക്കോ മതിൽ ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞത് സൈഡിലേക്ക് മറിഞ്ഞു വീണു എന്നല്ല. ജെറിക്കോ മതിൽ നേരെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്ന ചരിത്രകാരന്മാർ പറയുന്ന, ഇസ്രായേലിലെ ചരിത്രകാരന്മാർ പറയുന്ന കാര്യമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഗൂഗിളിൽ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. നേരെ ജെറിക്കോ മതിൽ 11 കിലോമീറ്റർ ചുറ്റുള്ള ജെറിക്കോ മതിൽ നേരെ ഭൂമിക്കടിയിലേക്ക് താണു. ഇന്നും അതവിടെയുണ്ട്. താണുപോയി, തകർന്നുപോയി. ഹല്ലേലൂയ. ഇനി ജെറിക്കോ മതിൽ പിന്നെ എന്തുകൊണ്ട് ആർക്കും പണിയാൻ പറ്റില്ല? അതിൻ്റെ ഉത്തരം ഈ അധ്യായത്തിൻ്റെ അവസാനമുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ 6:26. ജോഷുവ അന്ന് അവരോട് ശപഥം ചെയ്തു പറഞ്ഞു, ജെറിക്കോ പുതുക്കി പണിയാൻ തുനിയുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജെറിക്കോ പുതുക്കി പണിയാൻ തുനിയുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതിൻ്റെ അടിസ്ഥാനമിടാൻ ഒരുപ്പെടുന്നവന് അവൻ്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നവന് അവൻ്റെ ഇളയ മകനും നഷ്ടപ്പെടും, മരിക്കും. ജെറിക്കോ പുതുക്കി പണിയുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജെറിക്കോയുടെ അടിസ്ഥാനമിടാൻ ആര് തുനിയുന്നുവോ അവൻ്റെ മൂത്ത മകൻ മരിക്കും. കവാടങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ ഇളയ മകൻ മരിക്കും. ഇത് സംഭവിച്ചോ? സംഭവിച്ചു. 1 രാജാക്കന്മാർ 16:34. 1 രാജാക്കന്മാർ 16:34. അവൻ്റെ കാലത്ത് ബേഥേലിലെ ഹിയേൽ ജെറിക്കോ പണിയിച്ചു. 1 രാജാക്കന്മാർ 16:34. അവൻ്റെ കാലത്ത് ബേഥേലിലെ ഹിയേൽ ജെറിക്കോ പണിയിച്ചു. നൂനിൻ്റെ മകൻ ജോഷുവ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരത്തിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് മൂത്ത മകൻ അബീറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അതായത് ജോഷുവയിലൂടെ വീണ ആ ശാപം, ജെറിക്കോ പുതുക്കി പണിയുന്നവൻ ശപിക്കപ്പെട്ടവൻ. അടിസ്ഥാനമിടുമ്പോൾ മൂത്ത മകൻ പ്രധാന കവാടം വയ്ക്കുമ്പോൾ ഇളയ മകൻ നഷ്ടപ്പെടും, മരിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. ജോഷുവ ഈ ശാപം പറഞ്ഞതിന് ശേഷം, ഈ ശാപവാക്ക് പറഞ്ഞതിന് ശേഷം 700-ലധികം വർഷം കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. ഹിയേൽ ജെറിക്കോ പണിയിക്കുന്നത്, ഈ സംഭവം നടക്കുക. ഹല്ലേലൂയ. ശാപമുണ്ടോ? ഇത് ദൈവത്തിൻ്റെ ദൈവദാസനായ ജോഷുവ പറഞ്ഞ ശാപം അതേപടി നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കുക. യേശു ജെറൂസലേം ദേവാലയത്തെ നോക്കി പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർക്കപ്പെടും. പറഞ്ഞിട്ട് സംഭവിച്ചു. AD 70 ബാബിലോൺകാർ വന്ന് തകർത്തു ദേവാലയം, ദൈവത്തിൻ്റെ ആലയം തകർത്തു. ഇന്ന് ഒരു മതിൽ മാത്രമേ ഉള്ളൂ ഇസ്രായേൽക്കാർക്ക്. അതേ മുട്ടിച്ച് അവർ പ്രാർത്ഥിക്കുന്നത് വീപ്പിംഗ് ബോൾ, വിലാപത്തിൻ്റെ മതിൽ മാത്രം. ദേവാലയം തകർത്തു. കർത്താവ് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം തകർക്കപ്പെട്ടു. അതൊരു ശാപത്തിൻ്റെ വാക്ക, നെഗറ്റീവ് വാക്ക, അതുപോലെ കിടക്കുകയാണ്.
അവൾ വീണാൽ പറഞ്ഞു പറയാണ്, ചില വാക്കുകൾ, ചില ശാപങ്ങൾ വീണാൽ അത് വീണത് തന്നെയാണ്. കർത്താവിൻ്റെ അഭിഷിക്തരുടെ വായിന്ന് പോയാൽ മതി, ദൈവദാസന്മാരുടെ വായിന്ന് പോയാൽ മതി. ചില വാക്കൊക്കെ വീണാൽ അത് ഇരിപ്പതാ. അതുപോലെ മാതാപിതാക്കന്മാർ ചില ശാപവാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പറയണ്ട, അതൊക്കെ പണി കിട്ടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചിലരുടെയെങ്കിലും മേൽ ഇതൊക്കെ പതിച്ചിട്ടുണ്ട്. ചിലരുടെയെങ്കിലും മേൽ ഇതുപോലെ ശാപവാക്കുകളൊക്കെ വീണ് തകർന്ന് തരിപ്പണമായ വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വിഷയത്തിലേക്ക് അധികം പോകുന്നില്ല, അതൊരു പ്രധാന വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. അത് ആ മേഖല ഡെലിവറൻസിന് പ്രാർത്ഥിക്കാം, പക്ഷെ അതൊരു പ്രധാന വിഷയമാണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കുടുംബങ്ങളുടെയൊക്കെ തകർച്ചയുടെ പിന്നിൽ ഇതുപോലുള്ള ചില ശാപത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ശാപവാക്കുകളും ഒക്കെയുണ്ട്. മാതാപിതാക്കന്മാരുടെ കണ്ണുനീരും ഒക്കെ ചില കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ അഭിഷിക്തരുടെ ശാപമൊക്കെ വീണ കുടുംബങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തീർന്നു പോവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ജോഷുവ പറഞ്ഞ ആ ശാപവാക്ക് ജോഷുവയുടെ കാലശേഷം 630 വർഷം കഴിഞ്ഞ അത് സംഭവിക്കുന്നത്. ഹിയൽ ജെറിക്കോ പണിതു. മൂത്ത മകൻ തീർന്നു, ഇളയ മകനും പോയി. അടിസ്ഥാനം വിട്ടപ്പോൾ മൂത്ത മകൻ പ്രധാന കവാടം വെച്ചപ്പോൾ ഇളയ മകനും പോയി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നൊരു സംഭവമുണ്ട്. വേണേ ഞാൻ അതുകൊണ്ട് ഒന്ന് പറഞ്ഞ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യാക്കോബ് തൻ്റെ ഭാര്യയെ റാഹേലിനെയും മക്കളെയൊക്കെ കൂട്ടി രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെട്ട് യാബോക്ക് കടവൊക്കെ കടന്ന് ആ ഒരു ഭാഗമൊക്കെയാണ്. അവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഒരു സംഭവമുണ്ട്. ഇവരിങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുമ്പോൾ ലാബാൻ്റെ മകളെയാണല്ലോ യാക്കോബ് കല്യാണം കഴിച്ചിരുന്നത്. അപ്പോൾ ലാബാൻ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ റാഹേൽ എടുത്ത് ഒളിച്ചു വെച്ചു. ഒളിച്ചു വെച്ചിട്ട് ഇവരുടെ യാത്രയിൽ ഇവർ കൊണ്ടുവന്നു. പക്ഷേ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബൻ ഇസ്രായേലാണ്, അല്ലേ? അറിയാമല്ലോ, യാക്കോബ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തന്നെ. യാക്കോബ് ഇതറിയുന്നില്ല, ഈ വിഗ്രഹം ഇവരെടുത്തത് ഇവരറിയുന്നില്ല. ഇനി അതിനെ തുടർന്നുണ്ടായ ഒരു ശാപത്തിൻ്റെ മേഖല ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. ദൈവജനത്തിൻ്റെ മേല്, കുടുംബങ്ങളുടെ മേല് സാത്താനിട്ടിരിക്കുന്ന അദൃശ്യ ചങ്ങലകള്, ശാപത്തിൻ്റെ ചങ്ങലകള് കർത്താവ് തകർക്കും. ഹല്ലേലൂയ. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. കേട്ടുകൊള്ളുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു 31-ാം അധ്യായത്തിൻ്റെ 33 വചനങ്ങൾ. ലാബാൻ യാക്കോബിൻ്റെയും ലേയായുടെയും 2 പരിചാരികമാരുടെയും കൂടാരങ്ങളിൽ പരിശോധിച്ചു. അതായത് ഇവരെ പിന്തുടർന്ന് വന്നിട്ട് ലാബാൻ, അതായത് ഇവിടെ ലേയായുടെയും റെബക്കയുടെയൊക്കെ റാഹേലിൻ്റെ ഒക്കെ അപ്പനാണ് ലാബാൻ. ലാബാൻ വന്നിട്ട് പരിശോധിച്ചു. അവ അവിടെ എങ്ങും കണ്ടില്ല. ലേയായുടെ കൂടാരത്തിൽ നിന്ന് പുറത്ത് കടന്ന് അവൻ റാഹേലിൻ്റെ കൂടാരത്തിൽ ചെന്നു. റാഹേൽ വിഗ്രഹങ്ങളെടുത്ത് ഒരു ഒട്ടക ഭാണ്ഡത്തിൽ ഒളിച്ച് അതിന്മേൽ കയറി ഇരുന്നു. റാഹേൽ ഈ വിഗ്രഹമെടുത്ത് ഒട്ടക ഭാണ്ഡത്തിനകത്ത് വെച്ചിട്ട് അതിന് മുകളിൽ കയറി ഇരുന്നു. കൂടാരത്തിലെല്ലാം തെരഞ്ഞിട്ടും അവനൊന്നും കണ്ടെത്തിയില്ല. റാഹേൽ പിതാവിനോട് പറഞ്ഞു, അങ്ങയുടെ മുമ്പിൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തതിൽ അങ്ങ് കോപിക്കരുത്. എനിക്കിപ്പോൾ മാസമുറയാണ്. അവൻ തിരഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിഗ്രഹം റാഹേൽ എടുത്ത് ഒളിച്ചു വെച്ചിട്ട് അതിന് മുകളിൽ കയറിയിരുന്നു. ഉണ്ടോ? അപ്പനോട് കള്ളം പറഞ്ഞു. ഇനി നമ്മൾ വീണ്ടും പോകുന്നു എൻ്റെ പുറകിലേക്ക്. 32-ാമത്തെ വചനം, 31-32 ഞാൻ വായിക്കാം. അങ്ങയുടെ പുത്രിമാരെ, അത് യാക്കോബ് പറയുക, അങ്ങയുടെ പുത്രിമാരെ അങ്ങ് ബലം പ്രയോഗിച്ച് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അങ്ങയുടെ ദേവന്മാർ
ആരുടെ കയ്യിൽ കാണുന്നുവോ ആ ആൾ മരിക്കട്ടെ. ഇതൊരു നെഗറ്റീവ് വാക്കാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ഇവിടെ പറയുകയാണ്, ഇത് പറയുന്നത് യാക്കോബാണ് പറയുന്നത്, അങ്ങയുടെ വിഗ്രഹം ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ. അങ്ങയുടേത് എന്തെങ്കിലും എൻ്റെ കൈവശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സാക്ഷി നിർത്തി തിരിച്ചെടുത്തുകൊള്ളുക. റാഹേൽ ദേവന്മാരെ മോഷ്ടിച്ച കാര്യം യാക്കോബ് അറിഞ്ഞിരുന്നില്ല. അവിടെ യാക്കോബ് എന്ന ദൈവ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താണ്? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ. ഹല്ലേലൂയ. ഇനി വീണ്ടും നമ്മൾ അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 35-ാമത്തെ അധ്യായം, ബേഥേലിൽ നിന്ന് 16, 17, 18 വചനങ്ങൾ. ബേഥേലിൽ നിന്ന് അവർ യാത്ര തുടർന്നു. എഫ്രാത്തായിൽ എത്തുന്നതിന് കുറച്ചു മുമ്പ് റാഹേലിന് പ്രസവവേദന തുടങ്ങി. പ്രസവക്ലേശം കഠിനമായപ്പോൾ സൂതികർമ്മിണി അവളോട് പറഞ്ഞു, പേടിക്കണ്ട, നിനക്ക് ഇപ്രാവശ്യവും ഒരു പുത്രൻ ലഭിക്കും. എന്നാൽ അവൾ മരിക്കുകയായിരുന്നു. ജീവൻ വേർപെടുന്ന സമയത്ത് അവൾ അവനെ ബെനോനി എന്ന പേർ വിളിച്ചു. പക്ഷേ അവൻ്റെ പിതാവ് അവന് ബെഞ്ചമിൻ എന്നാണ് പേരിട്ടത്. റാഹേൽ മരിച്ചു. ഹല്ലേലൂയ. ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. വിഗ്രഹം എടുത്ത് ഒളിച്ചു വെച്ചതാരാ? ആരാണ്? യാക്കോബ് പറഞ്ഞ വാക്കെന്താ? വിഗ്രഹം ആര് ഒളിച്ചു വെച്ചോ? എടുത്ത ആൾ. യാക്കോബ് പറഞ്ഞ വാക്ക് ആരുടെ മേൽ പതിച്ചു? സ്വന്തം ഭാര്യയുടെ മേൽ. കണ്ടോ? പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കാം. അത് നെഗറ്റീവാണ് പറയാൻ പാടില്ലായിരുന്നു. ശാപത്തിൻ്റെ വാക്ക്. ഹല്ലേലൂയ. ചില മാതാപിതാക്കന്മാരൊക്കെ മക്കളെ ശപിച്ചു പറയും. പറഞ്ഞാൽ 20 ഒരു വ്യത്യാസമില്ല. കർത്താവിൻ്റെ അഭിഷേകത്തിന് പുരോഹിതന്മാർ, സന്യാസിനിമാർ അല്ലെങ്കിൽ ദൈവവേല ചെയ്യുന്നവരൊക്കെ ശാപത്തിൻ്റെ വാക്കുകൊണ്ട് വിട്ടു പറഞ്ഞാൽ അത് പണിയാണ്. വീണ് കഴിഞ്ഞാൽ അത് കിട്ടിയത് തന്നെയാണ്. അതിനെ തകർത്ത് പിന്നെ പ്രാർത്ഥിക്കണം. ശാപം വീണിട്ടുണ്ടെങ്കിൽ ആ ശാപം ഒരുക്കിയ ആ പൈശാചിക ശക്തികൾ, ശാപത്തിൻ്റെ ആത്മാവ് ബന്ധിക്കപ്പെടണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ജെറീക്കോ വീണപ്പോൾ ജോഷുവയുടെ ശാപം. ഇവിടുത്തെ യാക്കോബ് പറഞ്ഞ വാക്ക് അതേപടി സംഭവിക്കുന്നു. ഈശോ ദേവാലയത്തെ നോക്കി പറഞ്ഞു തീർന്നു. ഇനിയുണ്ട്. ഇതുപോലെ പല സംഭവങ്ങളും ബൈബിളിലുണ്ട്. ആ നെഗറ്റീവ് വാക്കിന് അതിൻ്റെ ഒരു പവറുണ്ട്. നെഗറ്റീവ് വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. പ്രത്യേകിച്ച് നെഗറ്റീവ് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അത് ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.